ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യം എന്ന പപ്പിയോട് പറയുക, പപ്പി നിൻ്റെ അമ്മ ദേ ഇവിടെ ഉണ്ട്. എന്നാൽ അത് കേട്ടിട്ട് പപ്പിക്ക് വിശ്വാസമൊന്നുമില്ല കേട്ടോ. അന്നേരം സത്യം പറയണേ, ദേ നീ എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം, ശബ്ദം ഉണ്ടാക്കാതെ തന്നെ. അങ്ങനെ പറഞ്ഞ പപ്പിയും കൂട്ടി സത്യ ജനലിലൂടെ വന്നിക്കുവാണ്. എന്നിട്ട് ശ്യാമയെ കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ. ഇതേസമയം ഷാലിനാണെങ്കിൽ ടെൻഷനോട് കൂടി പോലീസുകാരെയൊക്കെ വിളിച്ച് പപ്പി മോളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നും എല്ലാ CCTV ദൃശ്യങ്ങളും പരിശോധിക്കണമെന്നൊക്കെ പറയുവാണ്. അങ്ങനെ പോലീസുകാർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുവാൻ കേട്ടോ ശാലിനി. ഈ സമയം ശ്യാമയാണെങ്കിൽ കരഞ്ഞുകൊണ്ടോടെ നിൽക്കുമായിരിക്കും. ഇതിന് ശേഷം കുട്ടികൾ റൂമിലേക്ക് പോകുവാണ്. ഈ സമയം ശ്യാമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ശാലിനി പറയണേ, ശ്യാമെ നീ വിഷമിക്കാതിരിക്കേ, പപ്പിമോള് പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തേക്കും പോലീസിനെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെയുള്ള CCTV ദൃശ്യങ്ങളും നോക്കുന്നുണ്ട്. പിന്നെ രാത്രി ആയത് കാരണം അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും പെട്ടെന്ന് തന്നെ നമുക്ക് മോളെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ സമയം ഗോപാലനും പറയണേ, അതേ മോളെ നീ പേടിക്കണ്ട, പപ്പി മോൾക്ക് ഒരു ആപത്തും പറ്റില്ല. ഒന്നുമില്ലെങ്കിലും കളക്ടർ നേരിട്ടല്ലേ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാലും നമുക്കങ്ങനെ വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. ഞാനും കൂടി എൻ്റേതായ രീതിയിലൊന്ന് അന്വേഷിക്കാം. എനിക്കിവിടെ അത്യാവശ്യം പരിചയക്കാരൊക്കെ ഉള്ളതല്ലേ. മറ്റേ പത്രം ഇടാൻ പോകുന്ന പയ്യനൊക്കെ ഉണ്ടല്ലോ, രാത്രി തന്നെ അതിൻ്റെ കാര്യങ്ങൾക്കായിട്ട് പോകാറുണ്ട്. അവനോട് ചോദിക്കാം. ഏതെങ്കിലും കുട്ടികൾ രാത്രി ഒറ്റയ്ക്ക് വഴി നടക്കുന്നത് അവൻ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോ, ഞാൻ രാവിലെ പപ്പിമോളെ കൂട്ടിയേ ഇങ്ങോട്ടേക്ക് വരുള്ളൂ. അങ്ങനെ പറഞ്ഞ ഗോപാലനും അവിടെ നിന്ന് ഇറങ്ങുവാണ്. പിന്നീട് കാണിക്കുന്നത് റൂമിൽ ശാരദാമ്മയുടെ മടി കിടക്കുന്ന ശ്യാമേനെയാണ് കേട്ടോ. ഈ സമയത്തൊക്കെ ശാരദാമ്മ ശ്യാമ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുവാണ്. ബാമ ശ്യാമയെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയ കാര്യം ഓർക്കുന്നു. അതുപോലെ തന്നെ മുമ്പ് ശാലിനിയും സത്യാമ്മ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ടുണ്ടല്ലോ, അതൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ ശാരദാമ്മ. ഈ സമയത്തായിരിക്കും ശാലിനിയും റൂമിലേക്ക് വരുന്നത്. ശാലിനിയെ കാണുന്നതും ശാരദ ചോദിക്കണേ, എന്തായി മോളെ, എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയോ? ഇല്ലമ്മേ, ഇതുവരെ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ വെളുക്കുന്നതിന് മുമ്പ് തന്നെ മോളെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വിവരം കിട്ടാതിരിക്കില്ല. പുലർച്ചെ മോളി വീട്ടിലുണ്ടാകും, അതെനിക്ക് ഉറപ്പാണ്. ദൈവം നമ്മളെ അങ്ങനെയൊന്നും പരീക്ഷിക്കില്ലല്ലോ. അങ്ങനെ ശാലിനിയും വന്ന് ശാരദാമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുവാണ്. അന്നേരം ശാരദ ചോദിക്കണേ, എന്താടി, എന്താ നിനക്ക് പെട്ടെന്ന് പറ്റിയത്? ഒന്നുമില്ലമ്മേ, വെറുതെ അമ്മയുടെ മടിയിലൊന്ന് കിടക്കണമെന്ന് തോന്നി. അമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ എല്ലാ സങ്കടങ്ങളും ഒരു നിമിഷത്തേക്കെങ്കിലും മറക്കാൻ പറ്റുമല്ലോ. ഈ സമയം ശ്യാമയും പറയണേ, അതെ അമ്മേ, അത് സത്യമോ? പണ്ട് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നതൊക്കെ ഓർമ്മയില്ലേ? കുഞ്ഞേച്ചിയും വല്യേച്ചിയും ഞാനും അമ്മയൊക്കെ ചേർന്ന്, അതൊക്കെ എത്ര നല്ല കാലമായിരുന്നു. അതിനുശേഷം നമ്മൾ 4 പേരും 4 വഴിക്കായില്ലേ. ഇപ്പോൾ വല്യേച്ചി ഇല്ലെന്നല്ലേ ഉള്ളൂ. പഴയതിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ. ഈ സമയം ശാരദ പറയണേ, നീ പറഞ്ഞത് ശരിയാ, നമ്മൾ 4 പേരും 4 വഴിക്കായി. ഇപ്പോൾ ശാരിക മാത്രം അവളുടെ ഭർത്താവിൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ 2 പേരുടെയും കാര്യം അങ്ങനെയല്ലല്ലോ. ശാലിനിയുടെ അതേ അവസ്ഥ തന്നെ നിനക്കും വന്നില്ലേ? നിന്നെയും സത്യം അവിടെ നിന്ന് അടിച്ചിറക്കിയില്ലേ? എനിക്ക് ആലോചിച്ചിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. ഈ സമയം ശാലിനി പറയണേ, ശാരികേച്ചിയും കുറേ കഷ്ടപ്പാടുകൾ സഹിച്ചല്ലേ ഇപ്പോൾ ഈ സന്തോഷമുള്ള ജീവിതത്തിലേക്ക് എത്തിപ്പെട്ടത്. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പരീക്ഷണത്തിൻ്റെ കാലഘട്ടം. ഇത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ ഒരു സന്തോഷമുള്ള ജീവിതം ഉണ്ടാകും. ആ ഒരു പ്രതീക്ഷയുണ്ടമ്മേ എനിക്ക്. അന്നേരം ശാരദയും പറയണേ, ശരിയാ, എല്ലാം ചിലപ്പോൾ വരാനിരിക്കുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടിയായിരിക്കും. രണ്ടാളും കുറച്ച് നേരം ഒന്ന് കണ്ണടച്ച് മയങ്ങ്. രാവിലെ ആകുമ്പോൾ ഗോപാലേട്ടൻ തന്നെ ചിലപ്പോൾ പപ്പിമോളായിട്ട് വന്നിട്ടുണ്ടാവും. പിന്നീട് കാണിക്കുന്നത് റൂമിൽ കിടന്നുറങ്ങുന്ന സത്യേനെയും പപ്പീനെയാണ് കേട്ടോ. പപ്പി അങ്ങനെ ഉറങ്ങാതെ കണ്ണ് തുറന്നിങ്ങനെ കിടക്കുക. ഈ സമയം സത്യ ചോദിക്കുക, അല്ല പപ്പി, നീ ഉറങ്ങുന്നില്ലേ? അന്നേരം പപ്പി പറയണേ, കണ്ണടക്കുമ്പോൾ അമ്മ കരയുന്ന മുഖവും എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. വല്ലാത്ത സങ്കടമുണ്ട് എനിക്ക്. പക്ഷേ വിഷ്ണു അച്ഛൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാതിരിക്കാനും പറ്റുന്നില്ല. നമ്മളിങ്ങനെ ചെയ്തില്ലെങ്കിൽ സത്യാമ്മ, വിഷ്ണു അച്ഛൻ്റെയും കാർത്തികാൻ്റെ വിവാഹം നടക്കില്ലേ? അത് നടന്നാൽ വിഷ്ണു അച്ഛനത് താങ്ങാൻ പോലും ആവില്ല. വിഷ്ണു അച്ഛൻ്റെ അവസ്ഥ എനിക്ക് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. സത്യാമ്മയ്ക്ക് എങ്ങനെയെങ്കിലും വിവാഹം നടത്തിയാൽ മതിയെന്നാ. നാളെ എന്നെ കാണാനില്ല എന്നുള്ള വിവരമൊക്കെ എല്ലാവരും അറിയാമായിരിക്കുമല്ലേ? വലിയ പ്രശ്നമായിരിക്കുമല്ലേ? അന്നേരം സത്യ പറഞ്ഞേ, ആയിരിക്കും. ബിഗ് ഫ്രണ്ടിനെ കുറിച്ച് ഓർത്താൽ ഞാനും ഇതിന് കൂട്ടുനിന്നത്. ബിഗ് ഫ്രണ്ടിനെ സത്യാമ്മയെ എതിർക്കാൻ പറ്റില്ലല്ലോ. എന്താണെങ്കിലും നീ വേഗം കിടന്നുറങ്ങ്. അങ്ങനെ പറഞ്ഞ് സത്യം ഉറങ്ങിപ്പോകുവാണ് കേട്ടോ. ഈ സമയം പപ്പി ചോദിക്കുക, സത്യം നീ ഉറങ്ങിയോ? സത്യം പറയാമല്ലോ സത്യം, നിനക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിൻ്റെ അമ്മ എൻ്റെ ചേച്ചിയമ്മയാണ്, എൻ്റെ വിഷ്ണു അച്ഛൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ട് പപ്പിയും കണ്ണടച്ച് കിടക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ശാരദാമ്മ വന്ന് സത്യയുടെ റൂമിൻ്റെ കതക് തട്ടുക. മോളെ എണീറ്റ് വാതിൽ തുറക്ക്. ഈ സമയം സത്യ പെട്ടെന്ന് എണീക്കുകയാണ് കേട്ടോ. ആ ശാരദാമ്മേ, ഞാൻ ഇപ്പോൾ വാതിൽ തുറക്കാം. എന്നിട്ട് പപ്പിയെ വിളിച്ച് എണീപ്പിക്കുകയാണ് കേട്ടോ. പപ്പിയാണെങ്കിൽ എണീക്കുന്നില്ല. സത്യ അങ്ങനെ കുറേ തവണ വിളിച്ച് എണീപ്പിക്കുക. ആ സത്യം, എനിക്ക് ചായ വേണം. ചായക്ക് പിന്നെ തരാം, ആദ്യം നീ എണീക്ക്. ദേ ശാരദാമ്മ വന്ന് കതകി തട്ടുന്നു, നീ ദേ അവിടെ പോയി വിളിച്ചിരിക്കും, വേഗം വാങ്ങിങ്ങോട്ടെ എന്ന് പറഞ്ഞ് ഒരു ടെഡി ബിയറിൻ്റെ അവിടെ പപ്പിയെ കൊണ്ടുവരുത്തുവാണ് കേട്ടോ. അതെ, ഒരു കാരണവശാലും ഒച്ച ഉണ്ടാക്കരുത് കേട്ടോ, ഇവിടെ തന്നെ ഇരുന്നാൽ മതി. അപ്പോൾ വീണ്ടും ശാരദ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, ദേ സത്യം വാതിൽ തുറക്ക്, കുറേ നേരമായല്ലോ. ഇങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ ഒറ്റയ്ക്ക് കിടത്തില്ല, നിൻ്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കും. അന്നേരം സത്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇപ്പം തുറക്കാം ശാരദാമ്മേ, 1 മിനിറ്റ്.
എന്നിട്ട് പപ്പിയുടെ കയ്യിൽ ബാഗൊക്കെ എടുത്ത് അവിടെ തന്നെ ഉണ്ടാതിരിക്കാൻ പറയുവാണ്. എന്നിട്ട് സത്യം വന്ന് വാതിൽ തുറക്കുവാണ് കേട്ടോ. എന്നിട്ട് വാതിലവിടെ തന്നെ പുറത്ത് ശാരദ അകത്ത് കയറ്റാതിരിക്കാൻ തടഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുക. എന്താ ശാരദാമ്മേ? ഈ സമയം ശാരദ ചോദിക്കണേ, എത്ര നേരം ഓടി നിന്നെ ഞാൻ വിളിക്കുന്നു, നീ അകത്ത് എന്തെടുക്കുമായിരുന്നു, അങ്ങോട്ട് മാറിക്കേ. അങ്ങനെ കയറാൻ തുടങ്ങുമ്പോൾ സത്യ ശാരദയെ തടയണേ. ശാരദാമ്മ ഇപ്പം എങ്ങോട്ടാ? ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ടേ, അതൊക്കെ പിന്നെ ചെയ്യാം, എനിക്ക് കോഫി വേണം. അകത്ത് നിൻ്റെ അമ്മയുണ്ട്, പോയി അമ്മയോട് പറഞ്ഞാൽ മതി. ശാരദാമ്മേ, എനിക്ക് ശാരദാമ്മയുടെ കൈ കൊണ്ട് തന്നെ കോഫി വേണം, പോയി എടുത്തിട്ട് വാ. ഷോ, ഈ കൊച്ചിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് ശാരദ അടുക്കളയിലേക്ക് പോകുവാണ് കേട്ടോ. അങ്ങനെ സത്യ വേഗം തന്നെ റൂമിൽ കയറി വാതിലടക്കുവാണ്. ഓ ഭാഗ്യം, തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് പപ്പിയോട് പറയുവാണ്. പിന്നീട് കാണിക്കുന്നത് ശാരദ പുറത്ത് ഗോപാലൻ വരുന്നത് കാത്തു നിൽക്കുമായിരിക്കും കേട്ടോ. അങ്ങനെ ഓട്ടോറിക്ഷയിൽ ഗോപാലൻ വന്നിറങ്ങുവാണ്. അങ്ങനെ ഗോപാലിനെ കാണുന്നതും ശാരദ അരികിലേക്ക് ഓടിച്ചില്ലോ. എവിടെ പപ്പ എവിടെ? മോളെ കണ്ടു കിട്ടിയില്ലേ? ഇല്ല ശാരദേ, ഞാൻ നോക്കാവുന്ന പരമാവധി എടുത്ത് നോക്കി, എല്ലാവരോടും ചോദിച്ചു നോക്കി, ആർക്കും ഒരു വിവരവും ഇല്ല. ഇനിയിപ്പോൾ നോക്കാൻ സ്ഥലമില്ലെന്ന് തന്നെ വേണം പറയാൻ. ഇതൊക്കെ കേട്ടുകൊണ്ട് ശ്യാമയും അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ. അതേക്കുമ്പോൾ ശ്യാമാകെ തളർന്നു പോകുക. ഈശ്വര, എൻ്റെ മോള്. ഇതേ സമയം വിഷ്ണുവും രോഹിത്തും കാറിൽ പലയിടത്തും പപ്പിമോളെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുവാണ്. അങ്ങനെ വിഷ്ണു ഒരു കടേൻ്റെ ഇവിടെ എത്തുമ്പോൾ വണ്ടി നിർത്തുവാണ് കേട്ടോ. രോഹിത്ത് അങ്ങനെ ആ കടക്കാരൻ്റെ അവിടെ ഇരിക്കുന്ന ചേച്ചിമാരുടെ കരികിൽ പപ്പിമോളുടെ ഫോട്ടോ കാണിച്ച് ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക. എന്നാൽ അവരാരും തന്നെ കണ്ടിട്ടില്ല എന്ന് പറയുവാണ്. പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീടാണ് കേട്ടോ. ഈ സമയം ഗോപാലൻ ചോദിക്കണേ, അല്ല ശാലിനി എവിടെ? അവൾ ഓഫീസിലേക്ക് പോയി, എന്തോ ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഈ സമയം ശ്യാമ പറയണേ, കുഞ്ഞേച്ചിക്ക് പോകാൻ തീരെ മനസ്സിലായിരുന്നു. ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിലും കുഞ്ഞേച്ചിയുടെ മനസ്സ് മുഴുവൻ ഇവിടെയാണ്. മോളുടെ കാര്യം എടുത്ത് കുഞ്ഞേച്ചി വല്ലാത്ത ടെൻഷനില്ല. എന്തൊക്കെ പറഞ്ഞാലും അതൊരമ്മ മനസ്സല്ലേ. ഈ സമയം ശാരദ പറയണേ, അവൾ പോകുന്നതിന് മുമ്പ് പോലീസുകാരെ വിളിച്ച് വീണ്ടും നിർദ്ദേശമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഭഗവാനെ, കുഞ്ഞിന് ഇത്രയും പെട്ടെന്നൊന്ന് കണ്ടു കിട്ടിയാൽ മതിയായിരുന്നു. ഈ സമയം ഗോപാലൻ ചോദിക്കണേ, അല്ല ശ്യാമേ, നീ തിരികെ സത്യമ്മയുടെ വീട്ടിലേക്ക് പോകുന്നില്ലേ? അത് കേൾക്കുമ്പോൾ ശാരദ ചോദിക്കണേ, അല്ല ഇവളെങ്ങനെ പോകാനാ? സത്യാമ്മ ഇവളെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയതല്ലേ. മാത്രമല്ല കുഞ്ഞിനെ ഇതുവരെ കിട്ടിയിട്ടില്ല. അവിടെ കുഞ്ഞിനെ കിട്ടിയിരുന്നെങ്കിൽ പൊന്നെങ്കിലും വിവരം വിളിച്ച് പറഞ്ഞാനേ. ആ നിലക്ക് ഇവളിപ്പോൾ എങ്ങനെ അങ്ങോട്ട് പോകും? അന്നേരം ഗോപാലൻ പറയണേ, അതിനെന്താ, ഇവളുടെ ഭാഗത്തും തെറ്റൊന്നും വന്നിട്ടില്ലല്ലോ. കാർത്തികേയന് സംശയമുണ്ടെന്ന് ഇവൾ മനസ്സിലുള്ള കാര്യം പറഞ്ഞു. അതിന് ഇവൾ അടിച്ച് പുറത്താക്കേണ്ട കാര്യമൊന്നുമില്ല. ശാലിനിയുടെ കാര്യത്തിൽ അവരങ്ങനെ ചെയ്തതിന് ഒരു ന്യായം ഉണ്ടെന്നെങ്കിലും പറയാം. 5-6 വർഷം അവൾ അവിടെ ഇല്ലായിരുന്നു. എന്നാൽ അങ്ങനെയാണോ ശ്യാമ? അവർ പറയുന്നതെല്ലാം അനുസരിച്ചല്ലേ അവൾ ആ വീട്ടിൽ നിന്നത്. ഇതങ്ങനെ വിട്ടുകളയാനൊന്നും പറ്റില്ല. ശ്യാമേ, ഇപ്പം തന്നെ നീ എൻ്റെ കൂടെ വാ. അവരെന്താ പറയാൻ പോകുന്നതെന്ന് ഞാനും കൂടി ഒന്ന് കേൾക്കട്ടെ. ഇതിൽ അച്ഛൻ എന്ന നിലയിൽ എനിക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ട്, നീ വന്നേ. അല്ല ഗോപാലേട്ട എന്ന് പറഞ്ഞ് ശാരദ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗോപാലനൊന്നും കേൾക്കുന്നില്ല. ശാരദ, നീ എന്നെ തടയാൻ നോക്കണ്ട, ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ശ്യാമയുടെ കൈയും പിടിച്ച് സത്യമ്മയുടെ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയുണ്ടോ ഗോപാലൻ. ഈ സമയം എന്താകും എന്നറിയാതെ ടെൻഷനോട് കൂടി ഇരിക്കുകയാണ് ശാരദ. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്